അധ്യക്ഷൻ സലീം കുരുവമ്പലം, എന്താ കെ എം മുഹമ്മദ് കിട്ടി ജമാൽ മാഷ്, പിന്നെ ആരൊക്കെ വേദിയുള്ളതെന്ന് എനിക്കറിയില്ല. എന്താ ഇത് കുറേ ആൾ ഇസുദ്ദീൻ ഉണ്ടാ, കുറേ ആൾക്കാരെ പേര് ഇതിൽ പറഞ്ഞ അത്ര എണ്ണം അവിടെ സേവുമല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ 45 കൊല്ലമൊന്നുമില്ല, ഒരു 81-82 ചെറിയ പയ്യൻസാണ് കാലത്ത് പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്ത് ഇവിടെ ഒന്ന് വളപുരത്ത് വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ അന്നത്തെ വളപുരമൊന്നും അല്ല ഇത്. അന്നിങ്ങനെ കുറച്ച് പീടികളൊക്കെ ഉണ്ടായിരുന്ന ഒരു ബസ് റൂട്ട് ഉണ്ടായിരുന്ന, എംപയർ ബസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയ. അവിടെ നിന്നൊക്കെ മാറി വളപുരമൊക്കെ വലിയ നഗരമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ നഗര സ്വഭാവത്തിൽ നിന്നുകൊണ്ടും നിങ്ങൾ 100-102 കൊല്ലം മുമ്പുള്ള ഒരു ചരിത്രത്തെ സ്മരിക്കുകയും ആ ചരിത്രത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായ സംഗതിയാണ്. കാരണം അവരാരും അന്ന് രക്തസാക്ഷികളാവുമ്പോൾ, അവരാരും അങ്ങനെ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ കരുതി കാണില്ലേ രക്തസാക്ഷികളാവുമെന്ന്. രക്തസാക്ഷികളായിരുന്ന ശേഷവും അവരെക്കുറിച്ച് അവരുടെ ബന്ധുക്കളോ മറ്റുള്ളവരോ കരുതി കാണില്ല കുറേ നൂറ്റാണ്ടിനപ്പുറത്ത് ആളുകൾ അവരെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും, ആവേശപൂർവ്വം അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത്. അത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒന്ന്, സമയം നിങ്ങൾക്കറിയാലോ, പിന്നെ 8-8:30 മണിയായി. ഞാൻ പൊതുയോത്ത് പ്രസംഗിക്കാറില്ല. പിന്നെ അതിൻ്റെ പുറമെ എന്തൊക്കെയാണ് ഇവിടെ സമദ് സാഹിബൊക്കെ പ്രസംഗിച്ചതെന്ന് അറിയില്ല. ഒരു കാര്യം ഞാനിവിടെ മുമ്പുള്ള സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലായത്, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ആരാണ് നമുക്ക് വാർത്ത തരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഗസയിൽ എന്ത് സംഭവിക്കുന്നു, ഫലസ്തീനിൽ എന്ത് സംഭവിക്കുന്നു, ആരാണ് നമുക്ക് ഈ വാർത്തകൾ തരുന്നത് എന്നുള്ളത്? അത് റോയിട്ടേഴ്സ് പോലുള്ള വാർത്താ ഏജൻസികളാണ് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നത്. ആരാണ് ഈ റോയിട്ടേഴ്സിനെയും അസോസിയേറ്റഡ് പ്രസിനെയും ഒക്കെ നിയന്ത്രിക്കുന്നത്? അത് ജൂതന്മാരാണ്. അപ്പോൾ ഗസയിൽ എന്ത് സംഭവിക്കുന്നു, വെസ്റ്റ് ബാങ്കിൽ എന്ത് സംഭവിക്കുന്നു, റമളയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവർ തരുന്ന വാർത്തകളെ തുടർന്നാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അൽ ജസീറ പോലുള്ളവർ കുറച്ച് വിവരങ്ങൾ തന്ന് ആ അൽ ജസീറയെ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ കൂടുതലായി ലോകമാധ്യമങ്ങൾ വരുന്നത് അൽ ജസീറയുടെ വാർത്തയൊന്നുമല്ല, റോയിട്ടേഴ്സ് കൊടുക്കുന്ന വാർത്തയാണ്. റോയിട്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ജൂതരുടെ, ഇസ്രായേലിയരുടെ കാർമ്മികത്വത്തിലുള്ള വലിയ വാർത്താ ഏജൻസിയാണ്. ലോകത്തെ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ സംഭവിച്ചിട്ടുള്ളത്. നടന്ന സംഭവങ്ങൾ പുറത്തറിയാതെ പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ നവംബർ 19-ൻ്റെതാണല്ലോ നമ്മൾ പറയുന്ന വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി എന്നല്ല, വാഗൺ കൂട്ടക്കൊല. മറ്റേ ദുരന്തമാണ്. ദുരന്തമല്ലേത്, കൂട്ടക്കൊലയാണ്. 100ഓളം ആളുകളെ കൊല്ലാൻ വേണ്ടി പദ്ധതി ഒരുക്കിയതാണ്. പക്ഷേ ഇതിനു മുമ്പ് ആ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. പക്ഷെ അത് പുറത്തറിയാതെ പോയി, ചിലത് സംഭവിക്കാതെ പോയി എന്ന് പറയുന്നു. 1921 സെപ്റ്റംബർ മാസം 2-ാം തീയതി, ആഗസ്റ്റ് 31-ന് തിരുരങ്ങാടിയിൽ വെച്ച് ആലി മുസ്ലിയാർ കീഴടങ്ങുന്നുണ്ട്. സെപ്റ്റംബർ 2-ാം തീയതി ആലി മുസ്ലിയാരെയും സംഘത്തെയും ഇതുപോലൊരു വാഗണിൽ കൊണ്ടുപോയി. ഇങ്ങനെ കാറ്റും വെളിച്ചവും കിടക്കാത്തൊരു വാഗണിൽ. പക്ഷേ ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടു. കണ്ണൂരിലേക്കൊരു വാഗൺ പോകുന്നു. അതിൽ കെ കേളപ്പൻ അടക്കമുള്ളവർ, കേളപ്പൻ മലപ്പുറം ജില്ലക്കെതിരെ സമരം ചെയ്തു എന്നുള്ളതുകൊണ്ട് കേളപ്പൻ നടത്തിയ സ്വാതന്ത്ര്യ സമരങ്ങൾ വെറുതെ ആവുന്നില്ലല്ലോ. കെ കേളപ്പൻ അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ടായിരുന്നു. അത് കണ്ണൂരിലേക്ക് പോകുന്ന ട്രെയിനായിരുന്നു. അതും ഇതുപോലെ ഒരു വാഗണായിരുന്നു, ലഗേജ് വാഗൺ, ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഗൺ. ഇതുപോലെ ശ്വാസം കിട്ടാതാവുന്ന അവസ്ഥ വന്നപ്പോൾ ഇവർ ബഹളം വെക്കുകയും അവിടുന്ന് ഈ സ്റ്റേഷൻ്റെ പരിസരത്ത് ആളുകൾ ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പായതുകൊണ്ട് ഇവർ ഒരു വാതിൽ തുറന്നിട്ട് കാറ്റ് കൊടുക്കേണ്ടി വന്നു. ഇതിനെപ്പറ്റി ഗവേഷണം നടത്തിയ ആളുകൾ പറയുന്നത് 1921 ഇതുപോലെ ഒരുപാട് വാഗൺ ട്രാജഡികൾ നടന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും പുറത്തറിയാൻ പറ്റിയ ഒരു വാർത്താ ലോകമല്ല അത് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഈ മലബാർ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന, മലബാർ യുദ്ധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത്, ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട്, വയനാട് താലൂക്കുകൾ ഉൾക്കൊള്ളുന്ന മേഖലയാണ് അന്ന് കുറച്ചുകൂടി ശക്തിയായിട്ടുള്ളത്. അതിൽ വയനാട് കുറച്ചുകൂടി കുറവാണ്, കോഴിക്കോട് ഉൾപ്പെടെ. അതിൽ തന്നെ ഏറനാട്, വള്ളുവനാടാണ് വളരെ ശക്തമായിട്ടുള്ളത്. അതിൽ തന്നെ ഏറനാടാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഈ സമരം നടക്കുന്ന മേഖല എന്ന് പറയുന്നത് ഇവിടെ പട്ടാള നിയമം ആണ് നിലവിലുള്ളത്. മാർഷൽ ലോ നിലവിലുള്ള പ്രദേശത്ത് ഒരു കാരണവശാലും യാതൊരുവിധ മാധ്യമ പ്രവർത്തനവും യാതൊരുവിധ പുറത്തറിയിക്കലും നടക്കില്ല. ഒരാൾ മറ്റൊരാളോട് പറയാൻ പറ്റില്ല. അത് പറഞ്ഞ ആളുടെ പേരിൽ കേസ് വരും. ഈ വിവരം പുറത്തറിയിച്ച ആൾ എന്നുള്ളത്, ഇപ്പോൾ നമ്മൾ പറയില്ലേ പ്രചരിപ്പിച്ച ആൾ എന്ന് പറയുമല്ലോ, ആ പ്രചരിപ്പിച്ച ആളുടെ പേര് കേസ് എന്ന് പറയുന്നത് മരണമാണെന്ന്. അല്ല, അതിനപ്പുറത്തേക്കൊരു കേസില്ല. പട്ടാളക്കോടതി വിധിക്കുകയാണ്. പട്ടാളക്കോടതിയിൽ വിചാരണകളില്ല. പട്ടാളക്കോടതിയിൽ
നീ ഇന്ന കുറ്റം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നിന്നെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ആ വിവരം അവന് കാലേക്കുട്ടി അറിയിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പട്ടാള കോടതിയുടെ വിധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്ര കാലം തടവിലിടുകയും അതിനുശേഷം തൂക്കിക്കൊല്ലുകയും ചെയ്യും, അല്ലെങ്കിൽ ഇത്ര കാലം തടവാണ്, അല്ലെങ്കിൽ നാടുകടത്തലാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് അങ്ങനെ നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ വേറെ എന്തെല്ലാം സംഭവങ്ങൾ ഇറങ്ങേറിയിട്ടുണ്ടാവും, എത്ര വാഗൺ കൂട്ടക്കൊലകൾ നടന്നിട്ടുണ്ടാവും. പക്ഷെ ഇത് ഈ പട്ടാള കോടതി നിയമങ്ങളുടെ ഒന്നും പരിസരത്തല്ലാതെ, ഈ മാർഷൽ ലോയുടെ അടിയന്തരാവസ്ഥ നിൽക്കുന്ന, നമുക്ക് പെട്ടെന്ന് ഒന്നുകൂടി പറഞ്ഞാൽ അടിയന്തരാവസ്ഥ നിൽക്കുന്ന ആ പ്രദേശത്തല്ലാതെ പുറത്ത് കോയമ്പത്തൂരിലേക്ക് പോകുന്നവരാണല്ലോ. ഇവിടെ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കാണ് ഈ പ്രതികൾ കൊണ്ടുപോകുന്നത്. അത് വഴിമതിയെ പോത്തന്നൂർ വെച്ചപ്പോൾ തുറന്നു നോക്കിയാണ്. കാരണം പോത്തന്നൂരിൽ നിന്ന് തുറന്നു നോക്കുന്നതിൻ്റെ കാരണം ഇതിനുള്ളൊന്നും ഒരു ബഹളവും കേൾക്കാതായപ്പോഴാണ്. അതുവരെ ബഹളമുണ്ട്, ഇതിന് ബോഡിക്ക് ചവിട്ടുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ബഹളങ്ങളുണ്ട്, അവർ വെള്ളം ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവിടുന്ന് പോലീസ് ഓഫീസർ ഈ പോത്തന്നൂരിലേക്ക് വിവരം കൊടുത്തത്. ഇതിൻ്റെ സർജൻ വിവരം കൊടുക്കുകയും അത് പ്രകാരം അവിടെ 6 ബക്കറ്റ് വെള്ളം, അതെന്നെ ആലോചിച്ചു, 100 ആളുകൾക്ക് കൊടുക്കാൻ 6 ബക്കറ്റ് വെള്ളം അവിടെ കരുതി വെക്കാൻ പറയുകയും ചെയ്യാണ്. 6 ബക്കറ്റ് വെള്ളവുമായിട്ട് നിൽക്കണമെന്നാണ്. ആ വെള്ളവുമായിട്ട് അവിടെ കാത്തു നിന്ന് ഇത് തുറക്കുകയാണ്. അപ്പോൾ ആകെ നിശബ്ദമായിരിക്കുന്നു. ഇങ്ങനെ ചേതനയേറ്റ് കിടക്കുന്ന, അതായത് മരിച്ചിട്ടില്ല, മൃതപ്രായരായി കിടക്കുന്ന ഒരു 3-4 പേരൊഴിച്ച് ഇവിടെ തന്നെയുള്ള ഒരു ആള്, ഇപ്പോൾ ഞാൻ പരവക്കൽ ഇസ്മായിൽ, പാറക്കൽ ഇസ്മായിൽ, പാറക്കൽ ഇസ്മായിൽ, കോയക്കുട്ടി തങ്ങൾ, ഒരു ഇസ്മായിലും ഉണ്ട്, വാഴയിൽ കുഞ്ഞേമ എന്നൊരു ഇസ്മായിലും പറയുന്നുണ്ട്. പിന്നെ കുന്നോല അഹമ്മദ് ഹാജി യൂസുഫ് ഹാജി അല്ല, കുന്നോല അഹമ്മദ് യൂസുഫ്, പിന്നെയാണ് കുന്നോല അഹമ്മദ് ഹാജി ചെയ്യാനൊക്കെ പോയത്. മുമ്പിൽ ഒരു 82-83 കാലത്താണ് മരണപ്പെട്ടത്. ഈ സമീപകാലം വരെ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാവരും, അദ്ദേഹത്തിൻ്റെ മകൻ ചിനാപ്പു ഹാജി എന്ന് പറഞ്ഞ ആൾ ഹൈദരാബാദ് ആക്ഷനിൽ പാണക്കാട് പോയി MSA പുക്കത്തങ്ങളോടൊപ്പം ജയിലിൽ കിടന്ന ഒരാളൊക്കെയാണ്. അന്ന് ഹൈദരാബാദ് ആക്ഷനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതിൽ ഇങ്ങനെ കുറച്ച് പേര് മാത്രം രക്ഷപ്പെടുകയും ബാക്കി ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. 100 പേരെ കയറ്റുന്നു, 70 പേർ മരിക്കുന്നു. അതിൽ 56 പേരെ കോരങ്ങത്ത് ഖബർസ്ഥാനിലും 4 പേരെ തൊട്ടടുത്ത് ജുമാ മസ്ജിദ്, അടുത്ത ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിലും, പിന്നെ കോട്ട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും 4 അമുസ്ലിം സഹോദരങ്ങളെ തൊട്ടടുത്ത ഒരു ശ്മശാനമല്ല, അവിടെ ഒരു പൊതു ശ്മശാനം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലം ശ്മശാനമാക്കി മാറ്റിയിട്ട് അവിടെയും മറവ് ചെയ്യുകയാണ് ചെയ്തത്. ബാക്കിയുള്ള മരണങ്ങൾ പിന്നെ തുടരെ നടക്കുന്നുമുണ്ട്. അങ്ങനെ 70 പേരാണ് മൊത്തം മരിക്കുന്നത് ഈ സംഭവത്തിൽ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതല്ലാതെയും സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കാം. ഇത് ഒരിക്കൽ പോലും പ്രതിഷേധിക്കാൻ പാടില്ല, വിവരങ്ങൾ അറിയാൻ പാടില്ല, കരയാൻ പോലും പാടില്ല എന്ന് പറഞ്ഞു. കരഞ്ഞാൽ കുറ്റക്കാരായിത്തീരുകയാണ്. ഇന്ന് എന്താണ് ഫലസ്തീനിൽ നടക്കുന്നത്, അതുതന്നെയാണ് ഇവിടെ അന്ന് അരങ്ങേറിക്കൊണ്ടിരുന്നത്. ഒരു ഭരണകൂടം നേരിട്ട് എതിർക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടി ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു, കിരാതമായ ഒരു ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ബ്രിട്ടൻ ആരാ? 1-ാം ലോക മഹായുദ്ധം നയിക്കുകയും അതിൽ നേതൃത്വം കൊടുക്കുകയും വിജയിക്കുകയും ചെയ്ത ബ്രിട്ടൻ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് ബ്രിട്ടനെ പറയാനുള്ള കാരണം, എവിടെ സൂര്യൻ ഉദിക്കുന്നിടത്തും അസ്തമിക്കുന്നിടത്തും അവരുടെ ഭരണം ഉണ്ടായിരുന്നു. ആ ബ്രിട്ടനെതിരെയാണ് ഏറനാട്ടിലെയും വള്ളൂർ നാട്ടിലെയും മാപ്പിളമാർ, അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ദളിതരടക്കമുള്ളവർ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായിട്ട് യുദ്ധത്തിന് പോയത്. ആ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് വെച്ചാൽ സഹി കെട്ടിട്ട്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നില്ല, ഇപ്പോൾ ഹമാസിനെ ഇങ്ങനെ ഇവർ എന്തൊക്കെ പറഞ്ഞാലും ഈ ഹമാസിനെ പറയാൻ പാടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഹമാസിൻ്റെ പേര് പറയുന്നതോടുകൂടി തീവ്രവാദത്തെ പിന്തുണക്കലായി എന്നുള്ളതാണ്. ഹമാസ് എന്ന് പറയുന്നത് ഇവിടെ INA എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു സ്വതന്ത്ര സമര പോരാട്ട സംഘടനയാണ്. ഇപ്പോൾ ഞാൻ സമദ് സാഹിബ് പറഞ്ഞ കാര്യം തന്നെ പറയണ്ട. വെസ്റ്റ് ബാങ്കിൽ പടിഞ്ഞാറേക്കര എന്ന് പറയുന്ന അവിടെ ഇപ്പോൾ ഇവർ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടെ ഹമാസ് ഉണ്ടായിട്ടല്ലല്ലോ. ഫലസ്തീനിൽ മൊത്തം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹമാസ് അല്ലല്ലോ. അപ്പോൾ ഇവിടെ എന്തിനാണ് അപ്പോൾ അവർ ഇറങ്ങി പുറപ്പെട്ടത്? സൈക്ക വയ്യാഞ്ഞിട്ട്. ഞങ്ങളുടെ കാലത്ത് ഇത് ചെയ്തില്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾ എന്തായി തീരുമെന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ? മക്കൾ ഒറ്റപ്പെട്ടു പോകില്ലേ? അവരിങ്ങനെ കടിച്ചു പറിക്കപ്പെടില്ലേ? എൻ്റെ കുട്ടികൾ എന്ന് ഓർത്തിട്ട് തന്നെയാണ് അവർ, സ്വന്തം മണ്ണ് എന്നതിനൊപ്പം സ്വന്തം മക്കൾ എന്ന് ഓർത്തിട്ട് തന്നെയാണ്. അതാണ് 1921 മാപ്പിളമാർ നടത്തിയിട്ടുള്ള, അന്നത്തെ ദളിതർ നടത്തിയിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത്. ഇത് കേവലമായ മാപ്പിളമാരുടെ പോരാട്ടം മാത്രമായിട്ടല്ല, ദളിതര്, അടിസ്ഥാന വർഗം, ആശാരിമാര്, മണ്ണാൻ സമുദായം, ഇതൊക്കെ ഇതിൻ്റെ ഇരകളായി തീർന്നവരാണ്. അടിച്ചമർത്തപ്പെടുന്ന പാവപ്പെട്ടവര്, പിന്നെ കുടികിടപ്പവകാശത്തിന് വേണ്ടി നാളെ ശബ്ദമുയർത്തുമെന്ന് തോന്നുന്നവനെയൊക്കെ കൊന്നൊടുക്കുക എന്നുള്ളതായിരുന്നു അന്ന് ജമ്മിമാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ ചെയ്തത്. അതിനുള്ള അധികാരം ജമ്മിമാർക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഇതിനെന്ന് അവിടെയും ചെയ്യുന്നത്. നാളെ ശബ്ദമുയർത്താൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങളടക്കമുള്ളവരെ കൊന്നൊടുക്കുക, ഒരു അവസാനത്തെ ഫലസ്തീനിയും ജീവിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാ കാലത്തും
ഈ ഭരണകൂടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണത്. എതിർക്കാനിടയുള്ളവരെ കൊന്നു തീർക്കുക എന്നുള്ളത്. ആ എതിർക്കാനിട കൊന്നു തീർക്കലായിരുന്നു 1921 മലബാറിൽ അരങ്ങേറിയത്. ഇപ്പോൾ മക്കളെ വരിക്ക് നിർത്തി ബാപ്പമാരുടെ നെഞ്ചിൽ, ഞാൻ പാടിയ ശരിയാവില്ല കേട്ടോ, ഞാൻ പറഞ്ഞോളത്, നിങ്ങൾ ആ പാട്ട് കൂടി സഹിക്കേണ്ടി വരുന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട. മക്കളെ നിരത്ത് നിർത്തി ബാപ്പമാരുടെ നെഞ്ചിൽ തോക്കിനാൽ നിറയൊഴിച്ച് രസിച്ചവർ കേമത്തിൽ എന്ന് കമളത്തിൻ്റെ പാട്ടുണ്ട്. ആ മഞ്ചേരി നിന്ന് 5-6 മൈല് ദൂരവേ മോങ്ങത്തിൽ സഞ്ചരിക്കുന്നവർക്ക് കാണാറാകുമാ നിരത്തിൽ ചത്തുപോയ ഹിച്ച്കോക്ക് സാഹിബിൻ്റെ സ്മാരകം ചാത്തനെ കൂടി വെച്ച പോലെയാ ബലാലിൻ സ്മാരകം എന്നൊക്കെ പറഞ്ഞുള്ള ആ പാട്ടിലാണത് പറയുന്നത്. മക്കളെ നിരത്തി നിർത്തി ബാപ്പമാരുടെ നെഞ്ചിൽ തോക്കിനാൽ നിറയൊഴിച്ച് രസിച്ചു അവർ. അപ്പോൾ മക്കളെ ഇങ്ങനെ വരിക്ക് നിർത്തുക, ചെറിയ കുട്ടികളെ, എന്നിട്ട് അവരുടെ ബാപ്പമാരെ കൈ പിറകിൽ കെട്ടിയിട്ട് നിർത്തിയിട്ട് ഈ മക്കളുടെ മുമ്പിൽ വെച്ച് വെടിവെച്ച് കൊല്ലുക. എന്തിനാണത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ക്രൂരത ചെയ്തിരുന്നത് ഇത് ഈ കുട്ടികൾക്ക് മനസ്സിലാവണം. നാളെ ഇവർ വലുതായിട്ട് ഈ ബാപ്പമാരുടെ മരണത്തിന്, ബാപ്പമാരുടെ ജയിൽ ജീവിതത്തിന്, ബാപ്പമാരുടെ പോരാട്ടത്തിന്, അവർക്ക് കിട്ടിയ ശിക്ഷയ്ക്ക് നാളെ പകരം ചോദിക്കാൻ വേണ്ടി വന്നാൽ നിങ്ങൾക്കും ഇതായിരിക്കും ഗതിയെന്ന്. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളൂ എന്നുള്ള താക്കീതാണ് 1921 പിൻതലമുറക്ക് അവർ കൊടുത്തത്. ഒരു നിശബ്ദത ഉണ്ടായിരുന്നു 1921 ശേഷം കൂടെ. അതായത് ഒരു ഭയങ്കരമായിട്ട് മനുഷ്യൻ അവസാനിച്ചു പോയ നാടുകൾ. ഇപ്പോൾ ഫലസ്തീനിലൊക്കെ ചില ഗ്രാമങ്ങളിൽ ആളുകളില്ലാതായി എന്ന് പറയില്ലേ, അതുപോലെ ആളുകളില്ലാതായി തീരുക എന്നുള്ളത്. 50,000 ആളുകളാണ് ഈ 1921 കലാപത്തെ തുടർന്ന് പിന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറി നിന്നു പോകുന്നത്. അതിൽ ഏതാണ്ട് 25,000 ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. 25,000 ആളുകളെ കൊന്നിരിക്കുന്നു കണക്കുകൾ പ്രകാരം. പിന്നെ 25,000 ആളുകൾ തടവിലാക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ നാട് വിട്ടുപോയവരും നാട് കടത്തപ്പെട്ടവരുമായിട്ടുള്ള ഒരു 10-30,000 ആളുകൾ വേറെയുമുണ്ട്. ഏതാണ്ട് 100,000-ഓളം ആളുകളെ നേരിട്ടും അതിൻ്റെ ആശ്രിതരായിട്ടുള്ളവർ എന്ന് പറയാവുന്ന ഒരു കുടുംബത്തിൽ പിന്നെ 5-6 ഒക്കെ മക്കളെന്നുള്ള ഒരു കാലമാണ്. പിന്നെ കെ മാധവൻ നായർ തന്നെ മലബാർ കലാപം എന്ന് പറയുന്ന പുസ്തകത്തിൽ അന്നത്തെ ഏറനാളിലെ മാപ്പിളമാരെ പറ്റി പറയുന്നുണ്ട്. അവർക്ക് സമ്പത്തില്ലെങ്കിലും സന്താനം ഒട്ടും കുറവല്ലായിരുന്നു. അത് കുട്ടികളെയും മക്കളെയും കാര്യത്തിലൊക്കെ വളരെ ഇതായിരുന്നു, ധാരാളം മക്കളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ധാരാളം മക്കളുള്ള ആ കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ 6 പേരെ ചേർത്താൽ തന്നെ 6 ലക്ഷം പേർ എന്ന തോതിൽ ഇതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു ശൂന്യതയുണ്ടല്ലോ. ആണുങ്ങളെ ഇല്ലാത്ത ഗ്രാമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. ഈ ഒരു ദുരന്ത മുഖം ഇവിടെ സൃഷ്ടിച്ചിട്ടാണ് ഈ വാഗൺ ട്രാജഡി അടക്കമുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഇത് എന്തിനു വേണ്ടിയായിരുന്നു ചോദിച്ചാൽ നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തിനാണ് മുസ്ലിങ്ങൾക്ക് ഇത്രമാത്രം പ്രത്യേകമായ താല്പര്യമെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഏതെങ്കിലും ഭരണകൂടത്തിന്റെ ഭാഗമായിരുന്നില്ല. ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ഉത്തരേന്ത്യൻ മുസ്ലിം സമൂഹം 6-7 നൂറ്റാണ്ടുകാലം ഇന്ത്യ ഭരിച്ച ഒരു ഭരണവർഗത്തിന്റെ അനുഗാമികളാണ്. അതല്ല മലബാറിലെ മാപ്പിളമാർ. നമുക്കിവിടെ ഉണ്ടായിരുന്നത് പറയുന്നത് കണ്ണൂരിലെ അറക്കൽ രാജാവ് മാത്രമാണ്. അതൊരു ചെറിയ പ്രദേശം, ലക്ഷദ്വീപ് ഉൾക്കൊള്ളുന്ന ഒരു കണ്ണൂരും ലക്ഷദ്വീപ് ഉൾക്കൊള്ളുന്ന ചെറു പ്രദേശത്തിന്റെ മാത്രം ഭരണാധികാരിയായിരുന്നു അറക്കൽ രാജാവ്. അറക്കൽ ബീവിമാർ അല്ലെങ്കിൽ അറക്കൽ രാജാക്കന്മാർ. രാജാവ് പിന്നെ അവിടെ പെണ്ണാണ് മൂത്തതെങ്കിൽ ബീവി വരും, അല്ലെങ്കിൽ രാജാവ്. അതുണ്ടായിരുന്നു. അല്ലാതെ ഒരു മുസ്ലിം ഭരണാധികാരത്തിന് കീഴിലായിരുന്നില്ല മലബാറിലെ മാപ്പിള സമൂഹം എന്ന് പറയുന്നത്. പക്ഷെ എന്തിനു പോരാടി എന്ന് ചോദിച്ചാൽ ഇതൊരു നീണ്ട പോരാട്ടത്തിൻ്റെ കഥയാണ്. 1498 വാസ്കോഡഗാമ ഇവിടെ വരുന്നത് മുതൽ ഈ പ്രശ്നം ആരംഭിക്കുന്നുണ്ട്. വാസ്കോഡഗാമ ഇവിടെ വരുമ്പോൾ ഇതിനെ എങ്ങനെ സാമുദായികമായി ആളുകൾ വേർതിരിച്ചാലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, വാസ്കോഡഗാമക്കന്ന് അക്കാലത്തെ പോപ്പ് കൊടുത്തൊരു ഉത്തരവ് ഇവിടെയുള്ള മൂറുകളെ, മൂർ അഥവാ മുസ്ലിങ്ങൾ എന്ന് വെച്ചാൽ മാപ്പിളമാർ, അവരെ അവസാനിപ്പിക്കണമെന്ന് കൂടിയായിരുന്നു. അവർക്ക് ഒരു വംശീയാക്രമണത്തിന്റെ സ്വഭാവത്തോടു കൂടിയാണ് വാസ്കോഡഗാമ അങ്ങോട്ട് വരുന്നത്. ഇവിടുത്തെ വ്യാപാര രംഗം പിടിച്ചടക്കുക മാത്രമല്ല, കാരണം സ്പെയിനിലെ പിന്നെ മുസ്ലിങ്ങളുടെ യുദ്ധത്തകർച്ചയ്ക്ക് ശേഷം, സ്പെയിനിൽ തകർന്ന ശേഷം അവിടുത്തെ മുസ്ലിങ്ങൾ അറബികൾ തകർന്നപ്പോഴാണ് ഈ വാസ്കോഡഗാമക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നത് തന്നെ. കാരണം കടൽ മാർഗം എന്ന് പറയുന്ന കടൽ റൂട്ട് അറിയുന്നവർ അറബികളായിരുന്നുവെന്ന്. അറബികൾ ഇങ്ങോട്ട് വന്ന് ഈ ഇന്ത്യൻ തീരങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരള തീരങ്ങളിലൊക്കെ അവർ വ്യാപാരത്തിന് വരികയാണ്. പക്ഷെ അങ്ങനെ ഒരു റൂട്ട് ഇവരുടെ കയ്യിൽ, പോർച്ചുഗീസിൻ്റെതും പറകികളുടെയും കയ്യിലില്ലായിരുന്നു. പക്ഷെ അത് അവിടെ യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ പിടിക്കപ്പെട്ട ചില അറബികളിൽ നിന്ന് ഈ യാത്രാ റൂട്ട് കൂടി, കപ്പൽ വഴികൾ കൂടി ഈ വാസ്കോഡഗാമയുടെ കയ്യിലെത്തി. അതുമായിട്ടാണ് അവരിങ്ങോട്ട് വരുന്നത്. അങ്ങനെയാണ് ഇവർ കീഴടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ചെറുത്തുനിൽപ്പ് ഉണ്ടാവാൻ ഇടയുള്ളത്, അവർ ചില കളികൾ കളിക്കുമ്പോൾ അതിനെ എതിർക്കാൻ സാധ്യതയുള്ളത് പ്രധാനമായും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നാണ്.
രണ്ട് വിഭാഗമാണ് അവിടെ ഉള്ളത്. ഒന്ന് മുസ്ലിങ്ങളും ഒന്ന് മുസ്ലിമേതര സമൂഹം. മുസ്ലിമേതര സമൂഹം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും അക്കാലത്ത് ഹിന്ദു എന്നാണ് വിളിക്കപ്പെടുന്നില്ല. സാമുദ്ര രാജാക്കന്മാരടക്കമുള്ളവർ ഹിന്ദു എന്നുള്ള ലേബിളിൽ അറിയപ്പെടുമെങ്കിലും ഹിന്ദുവായിട്ട് നാളെ നിങ്ങൾ ഹിന്ദു എന്ന് അവകാശപ്പെട്ടും വരുമല്ലോ എന്നാണ് ഈഴവരോട് സാമുദ്ര രാജാവ് ചോദിക്കുന്നൊരു ചോദ്യം. ഇങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ ഹിന്ദുവാണെന്ന് അവകാശപ്പെട്ടും വരുമല്ലോ എന്ന് ആ ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ ആ വിഭാഗീയതയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് ഇയാൾ വരുമ്പോൾ ഒരു വംശീയാതിക്രമത്തിൻ്റെ കൂടി സ്വഭാവത്തോടു കൂടിയാണ് വരുന്നത്. അതാണ് പിന്നെ കെബ്രാളുടെ നേതൃത്വത്തിലുള്ള സൈന്യം കോഴിക്കോട്ട് വരികയും അങ്ങനെ കോഴിക്കോട്ടുള്ള 4000 മുസ്ലിമീങ്ങളിൽ 4000 പേരെയും അവർ കൊന്നൊടുക്കുകയും ചെയ്തു. കെബ്രാൾ എന്ന് പറയുന്നത് പറങ്കിപ്പടയുടെ ഈ പിന്നെ വാസ്കോഡ ഗാമയുടെ ഒരു ഉപനായകനായിരുന്നു. അതുപോലെ പിന്നെ ഹജ്ജ് കപ്പൽ പന്തലായിനിക്കടുത്ത് വെച്ച് കൊയിലാണ്ടിയിലെ കൊയിലാണ്ടിയോട് ചേർന്ന ഭാഗമാണ്, കാപ്പാടിനടുത്തുള്ളതാണ് പന്തലായിനി. ആ പന്തലായിനിക്കടുത്ത് വെച്ച് ഒരു ഹജ്ജ് കപ്പൽ 450 യാത്രക്കാർ, അതിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം, അവസാനം അവർ പറയുന്നുണ്ട് ആഭരണങ്ങളൊക്കെ ഊരി കൊടുത്തിട്ട് ഞങ്ങളെ വെറുതെ വിടൂ എന്ന് പറയുന്നുണ്ട്. ആഭരണങ്ങളൊക്കെ ഊരി കൊടുത്തിട്ടും അവർ ആ ആഭരണങ്ങളെല്ലാം വാങ്ങിയ ശേഷം ആ ഹജ്ജ് അപ്പോൾ അങ്ങനെ ഹജ്ജ് കപ്പൽ ഇതാണ് ഒരു ഇതിനിടയിൽ ശ്രദ്ധയാണ് പോയി പോകും. അപ്പോൾ ഹജ്ജ് കപ്പൽ തീ വെക്കുന്നു. ഇങ്ങനെ ഒരു കിരാതമായ ഭരണമുറ അവർ നടപ്പാക്കുന്നുണ്ട്. ആ കിരാതമായ ഭരണമുറയോട് 100 കൊല്ലമാണ് മാപ്പിളമാർ എതിർത്ത് നിന്നത്. അപ്പോൾ മാപ്പിളമാർ എതിർത്ത് നിൽക്കുന്നത് ഒരു ദേശസ്നേഹത്തിൻ്റെ ഭാഗമാണ്. അവർ സാമൂതിരി മഹാരാജാവിന് വേണ്ടിയും സ്വന്തം മണ്ണിന് വേണ്ടിയുമാണ് അവർ എതിർക്കുന്നത്. അതാണ് നിങ്ങൾക്കറിയുന്ന 4 കുഞ്ഞാലിമാർ. 4ാമത്തെ കുഞ്ഞാലിയെ ഇവർ ചതിയിൽ കീഴ്പ്പെടുത്തി സാമൂതിരി തന്നെ ഒത്തുതീർപ്പിനെന്ന് വിളിച്ചു വരുത്തി ഇവർക്ക് പോർച്ചുഗീസുകാർക്ക് കൈമാറുകയും പറങ്കികൾ കൈമാറുകയും അയാളെ ഗോവയിൽ കൊണ്ടുപോയി വെട്ടി നുറുക്കുകയും ചെയ്തു. തൂക്കിലേറ്റി ശേഷം വെട്ടി നുറുക്കി തല ഉപ്പിലിട്ട് കണ്ണൂർ കടപ്പുറത്ത് കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു എന്നുള്ളിടത്തേക്ക് ആ കഥ എത്തുകയും 100 പേർ അവിടെ 100 കൊല്ലം ആ പോരാട്ടം അവസാനിക്കുകയും ചെയ്യുകയാണ്. പിന്നെ ഉണ്ടാകുന്ന ഒരുപാട് ചെറുത്തുനിൽപ്പുകൾ പല ഘട്ടങ്ങളിലായിട്ട് വരുന്നുണ്ട്. ആ ചെറുത്തുനിൽപ്പുകളുടെ ഭാഗമായി നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉണ്ടായ ഒരുപാട് കലാപങ്ങളുണ്ട്. കൊളത്തൂർ കലാപം അടക്കമുള്ള സംഭവങ്ങൾ 1850 മറ്റൊക്കെ നടക്കുന്ന കൊളത്തൂർ കലാപം. അതിന് മുമ്പ് 1790-കളിൽ ടിപ്പു സുൽത്താൻ്റെ 1780-90-കളിൽ ടിപ്പു സുൽത്താൻ്റെ വരവ്, ടിപ്പു സുൽത്താനും ഇവിടുത്തെയുള്ള പ്രാദേശിക സൈന്യങ്ങളുമായുള്ള ഏറ്റുമുട്ടലുകൾ, അതിന് വള്ളുവനാട് രാജാവിൻ്റെ ഭാഗത്ത് നിന്നിട്ട് മുസ്ലിങ്ങൾ ടിപ്പുവിനെ എതിർക്കൽ, അല്ല ടിപ്പു വരുന്നു എന്ന് എഴുതി സ്വാഗതം ചെയ്യാൻ വേണ്ടി ബാനറും കെട്ടിയിരിക്കുകയല്ലേ ചെയ്തത്. സാമുദ്രി മഹാരാജാവിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ടിപ്പുവിനെ എതിർത്തിട്ടുണ്ട്. ടിപ്പുവിൻ്റെ സഹായത്തോടു കൂടി വള്ളുവനാട് രാജാക്കന്മാരുടെ ഭാഗത്ത് നിന്നിട്ട് സാമുദ്രി മഹാരാജാവ് വള്ളുവനാട് രാജാക്കന്മാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ടിപ്പുവിനെ കൂട്ടുപിടിച്ചിട്ടുമുണ്ട്. സാമുദ്രിയും ടിപ്പും തമ്മിൽ നല്ല ഐക്യമായിരുന്നു. പകരം വള്ളുവനാട് രാജാക്കന്മാരെ കീഴടക്കുക എന്നുള്ളതായിരുന്നു. കൊച്ചി രാജാക്കന്മാരുടെ നേരെ വന്നു. അവിടെ കുഞ്ഞിമരക്കാർ ഷഹീദ് അവിടെ ഉണ്ടായി. അസ്സൻകുട്ടി ഷഹീദ് അസ്സൻകുട്ടി അവിടെ ഉണ്ടായി, മണത്തല പള്ളിയിലുണ്ട്. ആ പേരങ്ങനെ തന്നെയെന്ന് ഓർക്കുന്നു. ഞാനത് പറയാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോയത്. അപ്പോൾ ഇങ്ങനെ അതാത് രാജാക്കന്മാർ വേണ്ടി ടിപ്പുവിനെതിരായിട്ടും സമരം ചെയ്തിട്ടുണ്ട്. അത്തൻകുരിക്കളും മഞ്ചേരിയിലെ അത്തൻകുരിക്കളടക്കമുള്ളവർ ഹൈദരാലിക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ അടുത്ത തലമുറ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട്. ഈ നാടിനെ കീഴ്പ്പെടുത്താൻ വരുന്ന എല്ലാ വിദേശ ശക്തികളോടും പോരാടുക എന്നുള്ള ഒരു സ്വഭാവം കൈവശം വെച്ചുകൊണ്ടാണ് മുസ്ലിങ്ങൾ പോയത്. ഇത് ആ ഒരു കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ 2 പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. ഞാൻ ദീർഘമായിട്ടൊന്നും ഈ വിഷയം പറയുന്നില്ല. 2 പ്രശ്നങ്ങൾ. ഒന്ന് ഈ രാജ്യസ്നേഹം എന്നുള്ളതുണ്ടായിരുന്നു. മറ്റൊന്ന് ഭൂമിയിലുള്ള അവകാശത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, കുടികിടപ്പിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. മേൽചാർത്ത് എന്നൊക്കെ പറയുന്ന നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരികയാണ് ബ്രിട്ടീഷുകാർ. ഇതുവരെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന്, കുടിയിൽ നിന്ന്, പറമ്പിൽ നിന്ന്, ഇത്രകാലം കൃഷി ചെയ്യാൻ തന്നിരുന്നിടത്തുനിന്ന് പെട്ടെന്നൊരു ദിവസം അത് വേറൊരാൾക്ക് ചാർത്ത് കൊടുക്കുകയാണ്. ജന്മി എന്ന് പറയുന്ന ഒരാളും ജന്മിക്ക് മുകളിൽ ദേവസ്വമോ ബ്രഹ്മസ്വമോ ഉണ്ടായിട്ട് അതുപോലെ അങ്ങനെയുള്ള വലിയ ഭൂമിമേൽ അധികാരമുള്ള ഘടനകൾ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആളാണ് ജന്മി. ആ ജന്മി നേരത്തെ കൊടുത്തതാണ് ഈ കുടിയാൻ ഈ ഭൂമി. ആ കുടിയാൻ അവിടെ ഒരുപാട് കാലങ്ങളായി താമസിക്കുകയും ആ കൃഷിയിലെ വലിയൊരു വിഹിതം ജന്മിക്ക് കൊണ്ടുപോയി കൊടുക്കുകയും അധികാരിയെ പ്രീണിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ ഭൂമിന്മേൽ അയാൾ എത്രയോ വർഷങ്ങളായി തലമുറകളായി അവിടെ താമസിക്കുന്ന, മക്കൾ അവിടെ പ്രസവിച്ച് കിടക്കുന്നു, അടുത്ത തലമുറ വളരുന്നു, അങ്ങനെയുള്ള നന്നായി ഭേദപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിയ വീടുകൾ, കൃഷി എല്ലാം ഒരു ദിവസം ആ ഭൂമി, ഒരുപാട് തേങ്ങ വിളയുന്ന തെങ്ങുകൾ, ഇതെല്ലാം ഒരു ദിവസം മറ്റൊരാൾക്ക് ജന്മിയാണ് പതിച്ചു കൊടുക്കുകയാണ്.
ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സഹികളൂലേ? അതിനെ ചോദ്യം ചെയ്താൽ ബ്രിട്ടീഷ് പട്ടാളം ഇറങ്ങിയിട്ട് അവരെ നേരിടുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് ഒരേ സമയം ബ്രിട്ടീഷുകാർ എന്ന് പറയുന്ന വിദേശ ശക്തി നാട്ടുകാരോട് എതിരിടാൻ വരികയും അതോടൊപ്പം തന്നെ ഈ വിദേശ ശക്തി ഇവിടെയുള്ള ജന്മിമാർക്ക് അനുകൂലമായി നിന്നുകൊണ്ട് ഈ പാവപ്പെട്ട കുടിയാന്മാർക്കെതിരെ ഉള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇനി നമ്മുടെ മക്കൾക്ക് നമ്മളല്ലാതെ ആരാ ഉള്ളത്? ഒന്ന്, നമ്മുടെ മണ്ണിന് നമ്മളല്ലാതെ ആരാ ഉള്ളത്? നമ്മുടെ മക്കൾക്ക് നമ്മളല്ലാതെ ആരാ ഉള്ളത്? ഈ രണ്ട് തോന്നലുകളും വെച്ചുകൊണ്ടായിരുന്നു ഈ മലബാർ കലാപങ്ങൾ ഓരോന്നായിട്ട് അരങ്ങേറിയത്. അതിലെ അവസാനത്തെ കലാപമായിരുന്നു 1921 നടന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മുടെ ചരിത്രം എഴുതിയവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുടനീളം ഒരു സമുദായം എന്ന നിലക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് മുസ്ലിങ്ങൾ മാത്രമായിരുന്നു. ഒരു ജനവിഭാഗം എന്ന നിലക്ക് ബാക്കി എല്ലാവരും ഉള്ളതാണ് ബാക്കിയുള്ള സമരങ്ങളൊക്കെ. അതെങ്ങനെയെന്ന് വെച്ചാൽ 1757 സിറാജ് ദൗളയുടെ നേതൃത്വത്തിലുണ്ടാകുന്ന യുദ്ധം, പ്ലാസി യുദ്ധം അടക്കമുള്ള അന്നത്തെ ഏറ്റുമുട്ടലുകൾ അത് മുസ്ലിങ്ങളാണ് നടത്തുന്നത്. 100 കൊല്ലം കഴിഞ്ഞ് 1857 ബഹാദൂർ ഷാ സഫറിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധം, സ്വാതന്ത്ര്യ സമരം, ആ സ്വാതന്ത്ര്യ സമരം നടത്തുന്നതും അന്നത്തെ മുസ്ലിങ്ങളാണ്. ആ സമരങ്ങളുമായിട്ട് ഇവിടെ ബന്ധങ്ങളുണ്ട് എന്നല്ല. 1857 അവിടെ സമരം നടക്കുമ്പോൾ ഇവിടെ 1700 തന്നെ നമ്മളിവിടെ സമരം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധമുണ്ടായിട്ടല്ല ഈ സമരം. കാരണം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നു എന്ന് പറയുമ്പോൾ 1792 ടിപ്പുവിൻ്റെ ശ്രീകണ്ഠപുരം അല്ല ഇവരെ ശ്രീരംഗപട്ടണം ഉടമ്പടിയൊക്കെ നടക്കുന്ന 1792 അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് അതിൻ്റെ ശേഷമാണ് 1857 വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോരാട്ടം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ. അവിടെ ആ പോരാട്ടത്തിൽ ബഹാദൂർ ഷാ സഫർ ഒക്കെ നടത്തിയ പോരാട്ടത്തിൽ അവസാനം തോൽക്കുമെന്ന് കണ്ട നേരത്തെ ബ്രിട്ടീഷുകാർ ഒരു തന്ത്രം വെച്ചു. ഒരുപാട് കാലം ഇനി യുദ്ധം ചെയ്ത് നമ്മൾ തമ്മിൽ നശിക്കണ്ട, താങ്കൾക്ക് ചക്രവർത്തിയുടെ എല്ലാ അധികാരങ്ങളും നൽകാം, മാലിഖാൻ നൽകാം, ചക്രവർത്തിയുടെ എല്ലാ പദവികളും നൽകാം, മാലിഖാൻ നൽകാം, ഭരണം മാത്രം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട് ഭരിക്കും എന്നാണ്. ഇത് സൈന്യമൊക്കെ നഷ്ടപ്പെട്ടും യുദ്ധത്തിൽ ഇങ്ങനെ തോൽക്കുന്നു എന്ന് തോന്നുന്ന നേരത്തും അവസാനം ബഹാദൂർ ഷാ സഫർ ആ തീരുമാനത്തിൽ യോജിച്ചു പോയി. ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ കീഴടങ്ങിയ ബഹാദൂർ ഷാ സഫറിനെയും കുടുംബങ്ങളെയും ഡൽഹി പട്ടണത്തിലൂടെ കുതിരവണ്ടിയുടെ പിറകിൽ കെട്ടിവലിച്ചു കൊണ്ടുപോയി. ആരാണ് ഈ ബഹാദൂർ ഷാ സഫർ? താജ്മഹലിൻ്റെ ഉടമ, ചെങ്കോട്ടയുടെ ഉടമ, ഫത്തേപൂർ സിക്രിയുടെ ഉടമ, നമ്മൾ കാണുന്ന ഡൽഹി ജുമാ മസ്ജിദ് ഉണ്ടാക്കിയ പിതാവിൻ്റെ മകൻ, ഇങ്ങനെ ഒരുപാട് മതകളുണ്ടല്ലോ ബഹാദൂർ ഷാ സഫറിന്. ആ ബഹാദൂർ ഷാ സഫറിന് ആ പിതാവിൻ്റെ പൗത്രൻ, ഔറംഗസീബിൻ്റെയും പൗത്രൻ, ഇത് നേരത്തെ ഉള്ളത് ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയതാണ് ഡൽഹി ജുമാ മസ്ജിദും താജ്മഹലും ഒക്കെ. അപ്പോൾ ഇത് ഇത്രയും വലിയ പദവിയുള്ള ബഹാദൂർ ഷാ സഫറിൻ്റെ അവസാനം, അതായത് ചക്രവർത്തി വരുന്നു. എപ്പോഴും ഡൽഹി ജുമാ മസ്ജിദ് ഡൽഹിയിൽ കാണാൻ പോയാൽ അറിയാം. ജുമാ മസ്ജിദ് ചെങ്കോട്ടയാണല്ലോ അന്ന് ചക്രവർത്തിയുടെ താമസ സ്ഥലം. ആ വാസസ്ഥലത്തൊന്നും ഡൽഹി ജുമാ മസ്ജിദിലേക്ക് പോകാൻ ചക്രവർത്തിക്ക് വരാൻ മാത്രമായിട്ടൊരു ഗേറ്റ് ഉണ്ട്. അതൊക്കെ ഇപ്പം അങ്ങനെ പൂട്ടിക്കിടക്കുകയാണ്. അങ്ങനെ അത്രക്ക് വലിയ പൊതുജനങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ടൊക്കെ അവർ സഞ്ചരിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും ശത്രുക്കളൊക്കെ ഉണ്ടാവാനിടയുള്ളതുമല്ലേ. ലോകചരിത്രം തന്നെ ഭരണാധികാരികൾക്ക് ശത്രുക്കൾ ഉണ്ടാവുക എന്നുള്ളതും ചതിയിൽ കീഴ്പ്പെടുത്തുക എന്നുള്ളതൊക്കെ സംഭവിക്കാനിടയുള്ളതുകൊണ്ട് സുരക്ഷയുടെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ കൊടുത്തിരുന്നതാണ്. അപ്പോൾ ആ ബഹാദൂർ ഷാ സഫറിനെയാണ് സാധാരണ ജനങ്ങൾക്ക് കാണാൻ പറ്റാതിരുന്ന ചക്രവർത്തിയെയും കുടുംബത്തെയുമാണ് കുതിരവണ്ടിയുടെ പിറകിൽ കെട്ടിവലിച്ച് തെരുവിലൂടെ ഇങ്ങനെ ആർത്ത് വിളിച്ച് കൊണ്ടുപോയത്. പിന്നെ അവരെ ജയിലിലിട്ടിട്ട് ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരുപാട് ദിവസമായി ഭക്ഷണം കിട്ടിയിട്ട്, അതായത് നമ്മളെ നാടിന് ബിരിയാണിയൊക്കെ പരിചയപ്പെടുത്തിയത് ഈ മുഗൾ ചക്രവർത്തിമാരാണ്. ആ ബിരിയാണിയൊക്കെ പരിചയപ്പെടുത്തിയ ആ വലിയ സുഭിക്ഷമായ സാമ്രാജ്യത്തിൻ്റെ അധിപന് ഭക്ഷണം കിട്ടിയിട്ട് വിശക്കുകയാണ്. ഒരുപാട് ദിവസങ്ങളോളമായി ഭക്ഷണം കിട്ടിയിട്ട്. അപ്പോൾ ജയിലിലെ ജീവനക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, വിശന്നിട്ട് വയ്യ, കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് തരും. അങ്ങനെ അയാൾ കുറേ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും. അപ്പോൾ ആ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുമ്പോൾ ഇയാളിങ്ങനെ ഓർത്തു, എൻ്റെ ഭാര്യയും മോളും ഉണ്ട് അപ്പുറത്ത്, പിന്നെ എൻ്റെ മക്കൾ ഗുലാമും മിർസ ഹില്ലറും മിർസ അബൂബക്കറും എൻ്റെ ആൺകുട്ടികൾ. അബൂബക്കറിന് 12 വയസ്സേ ഉള്ളൂ. എൻ്റെ കുട്ടികളുണ്ട് അപ്പുറത്ത്, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുവാവോ അതോ എനിക്ക് മാത്രമേ ഭക്ഷണമുള്ളൂ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഓരോന്ന് ഓർത്ത് എന്തായിരുന്നാലും എന്താണ് ഭക്ഷണം എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഭക്ഷണപാത്രത്തിൻ്റെ ഒരു വലിയ പാത്രമാണ്, ആ പാത്രത്തിൻ്റെ മുകളിലെ തളിക ഇങ്ങനെ നീക്കി എന്താണ് ഭക്ഷണം എന്നറിയാൻ വേണ്ടി. അപ്പോഴാണ് അതിൽ തൻ്റെ
തൻ്റെ മുമ്പിൽ ഭക്ഷണത്തിന് പകരം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് തൻ്റെ പ്രിയപ്പെട്ട ആൺമക്കളുടെ വെട്ടിയെടുത്ത തലകളാണ് എന്ന് ബഹദൂർ ഷാ കാണുന്നത്. ആർക്ക് വേണ്ടിയാണ് ബഹദൂർ ഷാ സഫർ തൻ്റെ ഈ സിംഹാസനവും തൻ്റെ ചെങ്കോലുമൊക്കെ ഒരുക്കി വെച്ചത്? ആ മക്കൾ ആർക്ക് കൈമാറാനായിരുന്നു തൻ്റെ ഈ അധികാരവും ചക്രവർത്തി പദവിയുമൊക്കെ ഒരുക്കി വെച്ചത്? ആ മക്കളുടെ വെട്ടിയെടുത്ത തലകളാണ് കൺമുന്നിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ശരിയാണ്, തൈമൂറിൻ്റെ സന്തതികൾ ഇപ്രകാരമാണ് അവരുടെ പിതാക്കന്മാരുടെ അടുക്കൽ വരിക, മുഖം ചുവന്നവരായിട്ട്. കാരണം ചോര ചീറ്റിത്തെറിച്ചത് കൊണ്ട് മുഖം ഇങ്ങനെ ചുവന്ന് നിൽക്കുകയാണ്. അപ്പം വെട്ടിയെടുത്ത തലകളാണ് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ കൂനി ദർവാസ രക്തകവാടം 27,000 കഴുമരങ്ങളിൽ ആയിട്ട് മുസ്ലിങ്ങളെ കൊന്ന് കെട്ടിത്തൂക്കുന്നു. ഡൽഹി ജുമാ മസ്ജിദിൽ തന്നെ കുതിരകളെ പൂട്ടുന്നു, ഹൗദിൽ കുതിരച്ചാണകം കലക്കുന്നു. അങ്ങനെ ഒരുപാട് ക്രൂരതകൾ അവിടെ അരങ്ങേറുന്നു. മുസ്ലിം നഗരങ്ങളെല്ലാം തകർക്കുന്നുണ്ട്. പിന്നെ ഒരു ശാന്തത വരുന്നു. അതുപോലെയാണ് അവിടെ 921 വരുന്നത്. 921 അരങ്ങേറുന്നു. പിന്നെ ഒരു ശാന്തത വരുന്നു. ശാന്തത വരുന്നത് എന്തുകൊണ്ടാണ്? ചെറുത്തുനിൽപ്പിനുള്ള ശേഷി പോലും ഇല്ലാത്ത വിധം നട്ടെല്ല് തകർത്ത് കളഞ്ഞിട്ടാണ്. ആ തകർന്ന നട്ടെല്ലിൽ നിന്നാണ് പിന്നെ ഒരു ജനത ഉയർത്തെഴുന്നേൽക്കുന്നത്. മലബാറിലെ മാപ്പിളമാരുടെ ഇന്നുള്ള വളർച്ചയുടെയും വികാസത്തിൻ്റെയും ചരിത്രം എന്ന് പറയുന്നത് ആ തകർന്ന ഭൂമിയിൽ നിന്ന് ഒരു കാക്കക്കാലിൻ്റെ തണൽ പോലും ഇല്ലാതെ ഈ അനന്തമായ മരുഭൂമിയിൽ നടന്ന് നടന്ന് ദാഹിച്ചു വലയുന്ന നേരത്ത്, ഒരാൾ പോലും തണൽ തരാനില്ലാത്ത നേരത്ത് ചെറു സംഘങ്ങൾ, അവർക്ക് ചില സംഘടനകൾ ഉണ്ടാവുകയും അവർക്ക് ചില നേതാക്കന്മാരുണ്ടാവുകയും ചെയ്തുകൊണ്ട് അവർ ഒന്ന് തലയുയർത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് ഇനിയും മലബാറിലെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാലും ഒക്കെ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണെന്ന്. ഇത് ഞാനൊന്നും ഇപ്പോൾ ഞാനൊരു ലീഗുകാരനാണ്, ഞാനത് പറഞ്ഞിട്ട് വേണ്ട. ഈ മാപ്പിള മുസ്ലിംസ് ഓഫ് കേരളത്തിലെ മാപ്പിള മുസ്ലിങ്ങളുടെ ചരിത്രം എന്ന പുസ്തകം പിന്നെ R.E. മില്ലർ, റൊളാൻഡ് ഇ. മില്ലർ എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരാണ് ഈ 921 ശേഷം തകർന്നു പോയ മലബാറിലെ മാപ്പിള സമൂഹത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി ആരാണ് അവർക്ക് ഒരു നേതൃത്വമായി വരുന്നത്. ഏതാണ്ട് ഒരു 10-15 കൊല്ലക്കാലം അവർ അങ്ങനെ തകർന്നു തന്നെ കിടന്നു. എല്ലാ പൊതുകാര്യങ്ങളിൽ നിന്നും അവർ വേറിട്ടുന്നു. ഒന്നിനും താല്പര്യമില്ലാതെ അവർ മാറി മാറി നടന്നു. അവർക്ക് എല്ലാറ്റിനെയും ഭയമായിരുന്നു. പിന്നെ കാരണം ആരോഗ്യമുള്ളവരെല്ലാം പോയി. 857 കുറിച്ച് പറഞ്ഞതുപോലെ രാജേന്ദ്ര പ്രസാദ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഐശ്വര്യവും മുഖപ്രസാദവുമുള്ള ഒരു മുഖവും ഡൽഹിയിലെ മുസ്ലിങ്ങൾക്കിടയിൽ പിന്നെ കാണാനില്ലായിരുന്നു എന്ന്. അതുപോലെ ഉണ്ടായിത്തീർന്നു. ഐശ്വര്യവും മുഖപ്രസാദമുള്ള ഒരാളും, കാരണം ലേശം ഒരു ആരോഗ്യമുണ്ടെന്ന് തോന്നുന്ന എല്ലാറ്റിനെയും കൊന്നൊടുക്കിയിരിക്കുകയാണല്ലോ. അങ്ങനത്തെ ഒരു നാട്ടിൽ 14 കൊല്ലത്തിന് ശേഷം ഒരു ഉണർവ് വരികയാണ്. ആരാണതിന്? അവർക്ക് അതിൽ പറയുന്നുണ്ട് കേട്ടോ. ആ പുസ്തകത്തിൽ പറയുന്ന കാര്യം ഇതാണ്: അവർക്ക് ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാവുകയാണ്, അവർക്കൊരു കൊടി ഉണ്ടാവുകയാണ്, അവർക്കൊരു നേതാവ് ഉണ്ടാവുകയാണ്. KM സിരി സാഹിബ് അതിൻ്റെ ആ നവോത്ഥാനത്തിൻ്റെ ശില്പിയും മുസ്ലിം ലീഗ് ആ നവോത്ഥാനത്തിൻ്റെ പ്രതീകവുമായിരുന്നു എന്ന് മാപ്പിള മുസ്ലിംസ് ഓഫ് കേരള എന്ന പുസ്തകത്തിൽ R.E. മില്ലർ എന്ന കനേഡിയൻ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ ഒരു രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ പല കക്ഷികളും, പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇതെല്ലാം ഈ മാപ്പിള ജനതയെ സംഘടിപ്പിക്കാനും അവരെ ശക്തരാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി. ഇതിനെ വർഗീയ കലാപം എന്ന് വിളിച്ചെടുത്തുനിന്ന് ഇത് കാർഷിക കലാപമാണ് എന്ന് EMS നമ്പൂതിരിപ്പാട് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഒരുപാട് നേതാക്കന്മാർ ഇതിനെ ഒരു സ്വതന്ത്ര പോരാട്ടമായി സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. അതിനൊന്നും 921 തള്ളിപ്പറയാൻ കേളപ്പൻ അടക്കമുള്ളവർ പോലും തയ്യാറായിട്ടില്ല. കേളപ്പനെയുള്ള വലിയ ഒരു രാഷ്ട്രീയത്തിൽ ഒരു മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയക്കാരൻ എന്നൊക്കെ കേളപ്പനെ വിശേഷിപ്പിക്കുമ്പോൾ 921 അവരൊക്കെ തന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. കാരണം അത് കേവലമായി മാപ്പിളമാരുടെ സമരവുമായിരുന്നില്ല. MP നാരായണ മേനോനെ പോലെ, KP കരുണാകരൻ മേനോനെ പോലെയുള്ള, K മാധവൻ നായർ, മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, ഇങ്ങനെയുള്ളവരൊക്കെ ആ സമരത്തിന് മുൻനിരയിലുണ്ടായിരുന്നു. മാപ്പിള മുസ്ലിം നേതാക്കന്മാരെ പോലെ തന്നെ ഇവരൊക്കെ ആ സമരത്തിന് മുൻനിരയിലുണ്ടായിരുന്നു.